പുഷ്പാഞ്ജലി ഭാഗം 3. അനുചേച്ചി ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് സായിയുടെ തൊട്ടടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റിലേക്ക് ചൂണ്ടി മഹിമ അനുരാധയെ വിളിച്ചു. ഇവിടെ ഇരുന്നോളൂ. സായിയും അനുരാധയെ വിളിച്ചു. അനുരാധ സായിയുടെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നു. കിരൺ, മഹിമ, സായി, അനുരാധ ഇപ്രകാരം അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. മഹി, നീ ഒരുപാട് പായസം കുടിക്കണ്ടാട്ടോ. അതെന്താ കിരണേട്ടാ? മഹിമ ചോദിച്ചു. മധുരമല്ലേ, മുഖത്ത് നിറയെ പിമ്പിൾസ് വരും. ആണോ? സാരമില്ല, എൻ്റെ മുഖത്തല്ലേ, ഞാൻ സഹിച്ചോളാം. എൻ്റെ പായസം കൂടി വാങ്ങിക്കുടിക്കാനുള്ള അടവല്ലേ? മഹിമ പറഞ്ഞു. പ്രേമ സിനിമ ഇറങ്ങിയതോടെ പിമ്പിൾസ് ഒന്നും പെൺകുട്ടികൾക്കൊരു വിഷയമല്ലാതായി. കിരൺ പറഞ്ഞു. ദേ മഹി, നിന്നെയാണെന്ന് തോന്നുന്നു, നിമ്മി വിളിക്കുന്നു. കിരൺ പറഞ്ഞത് കേട്ട് മഹിമ പിന്നിലേക്ക് തിരിഞ്ഞതും അവളുടെ ഇലയിൽ നിന്നും കിരൺ പപ്പടം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. പറ്റിച്ചതാണെന്ന് മനസ്സിലായ മഹിമ തിരിഞ്ഞതും ഇലയിൽ പപ്പടം കാണാതെ ആയപ്പോൾ കിരണിനെ നോക്കി, മര്യാദയ്ക്ക് എൻ്റെ പപ്പടം തന്നോ, ഇല്ലെങ്കിൽ സഞ്ജയുടെ കാര്യം ഞാൻ ആൻറ്റിയുടെ അങ്കിളോട് ഇപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കും. മഹിമ അവനെ ഭീഷണിപ്പെടുത്തി. എൻ്റെ പൊന്നെ, ഒന്ന് കളിപ്പിക്കാനും പറ്റില്ലേ? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. അപ്പം ഭീഷണിയല്ലേ? ഏത് ഗുളിയും പിഴിഞ്ഞ് നേരത്താണാവോ ഞാൻ ഇവളോട് ആ കാര്യം പറഞ്ഞത്? കിരൺ പറഞ്ഞത് കേട്ട് സായിയും അനുരാധയും ചിരിച്ചു. അനുരാധയുടെ ഇലയുടെ ഒരു മൂലയിൽ ഒട്ടും അനങ്ങാതെ ഇരിക്കുന്ന കുമ്പളങ്ങ ഹൽവ കണ്ട്, അനുരാധ കുമ്പളങ്ങ ഹൽവ കഴിക്കുന്നില്ലേ? സായി ചോദിച്ചു. ഇല്ല, എനിക്കിഷ്ടമല്ല. എന്നാ പറയണ്ടേ, മധുരങ്ങളൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല, അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് സായി അനുരാധയുടെ ഇലയിൽ നിന്നും ഹൽവ എടുത്ത് കഴിച്ചു. ഇവൻ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ആയിട്ട് കൂടി ഇപ്പോഴും എത്ര സിമ്പിളായാണ് പെരുമാറുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അനുരാധ സായിയെ തന്നെ നോക്കി. ഭക്ഷണം കഴിച്ചു കഴിയുന്നതനുസരിച്ച് ചൂട് ജിലേബിയും കാറ്ററിംഗ്കാർ വിളമ്പാൻ തുടങ്ങി. ചൂട് ജിലേബി കണ്ടതും അനുചേച്ചിയുടെ ഫേവറേറ്റ് വരുന്നുണ്ട്, മഹിമ പറഞ്ഞു. അനുരാധയ്ക്ക് ജിലേബിയാണോ ഫേവറേറ്റ്? സായി ചോദിച്ചു. ജിലേബി എത്ര വേണേലും കഴിക്കും, എന്നും കിട്ടിയാൽ എനിക്ക് മടുപ്പ് തോന്നില്ല, അനുരാധ കൊതിയോടെ പറഞ്ഞു. മഹിമയുടെയും സായിയുടെയും ഇടയിൽ ജിലേബി വിളമ്പുന്നത് കണ്ട് അനുരാധയുടെ വായിൽ വെള്ളമൂറി. ചൂട് ജിലേബിയുമായി കാറ്ററിംഗ് ബോയ് അനുരാധയുടെ അടുത്തെത്തിയതും, ഹേ, ആ ഇലയിലിടണ്ട, അവൾക്ക് ഷുഗറാണ്, സായി പറഞ്ഞു. അത് കേട്ടതും കാറ്ററിംഗ് ബോയ് ഓക്കെ എന്ന് പറഞ്ഞ് അനുരാധയുടെ ഇലയിൽ ജിലേബി വിളമ്പാതെ അപ്പുറത്തെ ടേബിളിലേക്ക് പോയി. അത് കണ്ട് മഹിമയും കിരണും പൊട്ടിച്ചിരിച്ചു. എന്താ സായി നീ പറഞ്ഞ്, എനിക്ക് ഷുഗറോ എന്ന് പറഞ്ഞ് അനുരാധ കുസൃതിയോടെ സായിയുടെ കയ്യിൽ നുള്ളി. സായിയും മഹിമയും കിരണും അനുരാധയുടെ മുഖത്ത് നോക്കി ജിലേബി ആസ്വദിച്ചു കഴിച്ചു. അനുരാധ ജിലേബിക്ക് വേണ്ടി ഒരു കാറ്ററിംഗ് ബോയ് വിളിക്കാൻ ഒരുങ്ങിയതും, അവിടെ ജിലേബി കിട്ടിയില്ലേ എന്ന് അനുരാധയോട് വേറൊരു കാറ്ററിംഗ് ബോയ് ചോദിച്ചതും, ആ കുട്ടിക്ക് ഷുഗറാണ്, അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. നേരത്തെ അവരുടെ ഇലയിൽ ജിലേബി വിളമ്പി കാറ്ററിംഗ് ബോയ് പറഞ്ഞു. അത് കേട്ടതും സായിയും കസിൻസും അനുരാധയെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഈ സായി എനിക്കിട്ട് തന്ന പണി, ആ പയ്യൻ എനിക്ക് ശരിക്കും ഷുഗറാണെന്ന് വിചാരിച്ചില്ലേ? അയ്യേ. ജിലേബി കിട്ടാത്തതിനേക്കാൾ അനുരാധയ്ക്ക് സങ്കടം അവർ തനിക്ക് ഷുഗർ ഉണ്ടെന്ന് വിചാരിച്ചില്ലേ എന്നതായിരുന്നു. എന്നാലും സായി, അവനെനിക്ക് ഷുഗർ ഉണ്ടെന്ന് വിശ്വസിച്ചില്ലേ? അനുരാധ വിഷമത്തോടെ പറഞ്ഞത് കേട്ട്, അവൻ അങ്ങനെ വിചാരിച്ചാൽ തന്നെ നിനക്കെന്താ? സായി ചോദിച്ചു. ഒന്നുമില്ല, എന്നാലും ഇത്രയും ചെറുപ്പക്കാരിയും സുന്ദരിയുമായി എനിക്ക് ഷുഗർ ഉണ്ടെന്നൊക്കെ ആൺകുട്ടിയോട് പറയാൻ പറ്റുമോ? അവൻ എനിക്ക് നല്ലോണം പ്രായമുണ്ടെന്ന് കരുതില്ലേ? അനുരാധ ചോദിച്ചു. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്, ഇനി ആ ചെക്കന്മാരനും ചേച്ചിയെ നോക്കില്ലല്ലോ എന്ന് പറഞ്ഞ് മഹിമ ചിരിച്ചു. അയ്യടാ, അപ്പോഴേക്കും അവളുടെ പൂതി കണ്ടില്ലേ? അനുരാധ പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സായിയും അവരുടെ കസിൻസും കൂടി ഒരു മുറിയിലേക്കിരുന്നു. സായി അവിടേക്ക് ഒരു പാത്രം നിറയെ ജിലേബിയുമായി വന്നു. ആ ജിലേബി മുഴുവൻ സായി അനുരാധയ്ക്ക് നൽകി. അനുരാധയ്ക്ക് വളരെയേറെ സന്തോഷമായി. താങ്ക് യു സായി, അനുരാധ പറഞ്ഞു. പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അന്ന് രാത്രി തന്നെ തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് സായിക്കൊരു പെൺകുട്ടിയെ കണ്ടെത്തണ്ടേ? അടുത്ത് നമ്മൾ ഒത്തുകൂടൽ സായിയുടെ കല്യാണത്തിനായിരിക്കണം, കുമാർ അങ്കിൾ എല്ലാവരോടുമായി പറഞ്ഞു. കുമാർ പറഞ്ഞു. ശരിയാ, സായിക്കൊരു കല്യാണമൊക്കെ വേണ്ടേ മുരളി? ഗോപി ചോദിച്ചു. എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആവട്ടെ, അടുത്ത ഒത്തുകൂടൽ സായിയുടെ കല്യാണത്തിന്, മുരളി പറഞ്ഞു. ഹേ അച്ഛ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, എനിക്കിഷ്ടപ്പെടുന്ന കുട്ടിയെ കണ്ടെത്തുമ്പോൾ ഞാൻ പറഞ്ഞോളാം, സായി പറഞ്ഞു. ഇതിവൻ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം 2 നിങ്ങൾ കേട്ടില്ലേ? കല്യാണക്കാര്യം പറഞ്ഞാൽ അപ്പം ഇവൻ ഈ കാര്യം പറഞ്ഞു ഒഴിയും. നിങ്ങൾ ഇവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നിങ്ങളുടെ അറിവിൽ നല്ല കുട്ടികളുണ്ടെങ്കിൽ പറയണേ, സുമലത പറഞ്ഞു. എത്രയും പെട്ടെന്ന് സായിക്ക് വേണ്ടിയുള്ള പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയട്ടെ, ഗോപി പറഞ്ഞു. അതെ, മുരളി പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനി വൈകുന്നില്ല, കുമാർ പറഞ്ഞു.
എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. ഗോപിയും കുടുംബവും മാത്രം അന്ന് പോയില്ല. മോളെ അനുരാധേ, നീ മഹിമയുടെ മുറിയിൽ കിടന്നോളൂ, സുമലത പറഞ്ഞു. ശരി ആൻറ്റി, എന്നാൽ എല്ലാവരും പോയി കിടന്നോളൂ, രാവിലെ കാണാം, അച്ചമ്മ പറഞ്ഞു. എല്ലാവരും ഉറങ്ങാൻ പോയി. അനുരാധ മഹിയുടെ മുറിയിലെത്തിയതും, മഹി, എനിക്കൊന്ന് ഫ്രഷ് ആവണം. ബാത്റൂമിൽ ടവലുണ്ട് ചേച്ചി, പിന്നെ ഇതാ ഷെൽഫിൽ എൻ്റെ ഡ്രസ്സുകളും ഉണ്ട്, ചേച്ചിക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് എടുത്തോളൂ, മഹിമ പറഞ്ഞു. അനുരാധ ഷെൽഫിൽ നിന്നും മഹിയുടെ ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ചേച്ചി, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് മഹിമ സായിയുടെ മുറിയിലേക്ക് പോയി. ഏട്ടാ, മഹിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് മഹിമ കതകിൽ തട്ടി. സായി വന്ന് വാതിൽ തുറന്നതും, എന്താ മഹി, നിനക്ക് ഉറങ്ങാനായില്ലേ? സായി ചോദിച്ചു. ഏട്ടൻ പറയാമെന്ന് പറഞ്ഞ കാര്യം പറയൂ, അതറിയാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? മഹി ആകാംക്ഷയോട് ചോദിച്ചു. നീ ആദ്യം ആരോടും പറയില്ലെന്ന് പ്രോമിസ് ചെയ്യേ, എന്നാലും ഞാൻ പറയൂ. അതൊക്കെ സെറ്റ്, ഏട്ടൊന്ന് പറയുന്നുണ്ടോ, മനുഷ്യനെ ടെൻഷനാക്കാതെ. മഹി, ഇന്ന് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. ഏത് പെൺകുട്ടിയെ? മഹിമ വീണ്ടും ആകാംക്ഷയോട് ചോദിച്ചു.